ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 നവംബർ 22-ന് MC ജിതിൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് നസ്രിയ നസീം, ബേസിൽ ജോസഫൊക്കെയാണ്. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ഒരു വീട്ടുകാരുടെ എന്നുവെച്ചാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വീട്ടുകാരുടെ അതിസാഹസികമായ ഒരു കൊലപാതക കഥയെ അന്വേഷിക്കുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. അതിനിടയ്ക്ക് അമ്മച്ചിയുമായിട്ടുള്ള ഒരു മിസ്സിംഗ് കേസും ഇതിൽ പറയുന്നുണ്ട്. സിനിമ വളരെയധികം ട്വിസ്റ്റായിട്ടാണ് ഈ സിനിമ പോകുന്നത്. പ്രിയ എന്ന കഥാപാത്രമാണ് നസ്രിയ നസീം അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു സംഭവം തന്നെ റിയൽ ലൈഫിൽ. കാരണം നമ്മുടെ ചില കേരള ടീംസിൽ ഒരു ഇതുണ്ട്, അയൽക്കൂട്ടം പോലെയാണ്. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർ അയൽപ്പക്കത്തുള്ള വീട്ടുകാർക്കാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ എന്ത് നടക്കുന്നു, എന്തൊക്കെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ആലോചിക്കുന്ന ഒരു ടീംസ് ഉണ്ട്. ആ ടീംസിനൊക്കെ നല്ല വൃത്തി കണക്റ്റ് ആവുന്നൊരു സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ആകാംക്ഷ, അങ്ങനെയാണ് ഈ സിനിമ പറയേണ്ടത്. അങ്ങനെ ഒരു ആകാംക്ഷയുള്ളൊരു കഥാപാത്രമായിട്ടാണ് ഇവിടെ നസ്രിയ നസീമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കിടിലം ഒരു കാര്യം ചെയ്തു തീർത്തില്ലെങ്കിൽ അതിൽ വീണ്ടും എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഈ കഥാപാത്രത്തെ ഈ സംവിധായകൻ ഇവിടെ കാണിച്ചിരുന്നത്. കിടിലൊരു ചെയ്തിട്ടുണ്ട് നസ്രിയ നസീമും. അതുമാത്രമല്ല ബേസിൽ ജോസഫ് മാൻ എന്ന കഥാപാത്രം കിട്ടിലോട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നല്ല കോമ്പിനേഷനും നല്ല കഥ, നല്ല സ്ക്രീൻ പ്ലേ, നല്ല മ്യൂസിക് എല്ലാം കൂടെ ചേർന്നപ്പോൾ സിനിമയുടെ റേഞ്ച് അങ്ങ് മാറിപ്പോയി. സത്യം പറയാനല്ല, ഒരു സൈലൻറ്റ് കില്ലറായ സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും എല്ലാം കൊണ്ട് സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് ഈ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് സിനിമ കണ്ടപ്പോൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.